നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റിൻസൺ ജോസ് എവിടെ? ഈ ചോദ്യം ഉയർത്തുന്നത് നമ്മൾ പാവം മലയാളികൾ മാത്രമല്ല, CNN, BBC അടക്കമുള്ള മാധ്യമ ഭീമന്മാർ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെ. റിൻസൺ ജോസ് എവിടെ? പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ റിൻസൺ ജോസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. റിൻസൺ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന വാർത്തകളായിരുന്നു ആദ്യം നമ്മൾ കേട്ടത്. ലോകത്തെവിടെയാണെങ്കിലും തേടിപ്പിടിക്കാൻ ശക്തിയുള്ള അന്താരാഷ്ട്ര മാധ്യമ ഭീമന്മാർ ഒരു ഫ്ലൈറ്റിൽ റിൻസൺ ജോസ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെങ്കിൽ റിൻസനെ അവരെളുപ്പം കണ്ടുപിടിക്കുമായിരുന്നു. എന്നാൽ 5 രാജ്യങ്ങൾ ഒരുമിച്ച് കിണഞ്ഞു ശ്രമിച്ചിട്ടും റിൻസൺ ജോസിന്റെ പൊടി പോലുമില്ല. വിവാദങ്ങൾ പുകയുമ്പോൾ മലയാളി ബിസിനസ്സുകാരൻ റിൻസൺ ജോസ് എവിടെയെന്ന ചോദ്യം ശക്തമാകുന്നു. റിൻസന്റെ സ്ഥാപനം കയറ്റുമതി ചെയ്ത പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ റിൻസൺ ജോസ് എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരെത്തും പിടിയുമില്ല എന്നാണ് ഡെയിലി മെയിൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൂഗിളിൽ നമ്മൾ റിൻസൺ ജോസ് എന്ന് തിരഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിൽ. BAC കമ്പനിയുടെ CEO മൊസാദിന്റെ ചാരവനിത ഹംഗേറിയൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സംരക്ഷണത്തിലുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നു. എന്നാൽ നമ്മുടെ റിൻസൺ ജോസിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ആക്രമണം നടന്ന സെപ്റ്റംബർ 17 ശേഷം റിൻസന്റെ സുഹൃത്തുക്കൾക്കോ റിൻസനുമായി ബന്ധപ്പെട്ട ആർക്കോ റിൻസനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നില്ല. അന്വേഷണ ഏജൻസികളുടെ സംരക്ഷണയിലാണോ അതോ മൊസാദിന്റെ സംരക്ഷണയിലാണോ എന്ന കാര്യത്തിൽ അവ്യക്തത. ഒരുപക്ഷെ റിൻസനെ ആകാശത്തൊളിപ്പിച്ചിരിക്കാനുള്ള സാധ്യതകളും ചില മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. റിൻസൺ സ്വയം അറിയാതെ ഇസ്രായേലിനെ സഹായിച്ചു എന്ന വാർത്തയായിരുന്നു ആദ്യം പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകിയത്. സെപ്റ്റംബർ 17 പൊട്ടിത്തെറിച്ചതെന്ന് പറയുന്ന പേജർ ബൾഗേറിയയിൽ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് ബൾഗേറിയൻ ഗവൺമെന്റ്. തായ്വാൻ സർക്കാരും തങ്ങൾക്ക് ഈ സംഭവത്തിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നോർവേയും സമാനമായ നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഹംഗറിക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ പ്രവർത്തിക്കുന്ന BAC കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത്. തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന ബ്രാൻഡ് നെയിമിൽ. എന്നാൽ പൊട്ടിത്തെറിച്ച പേജറുകൾ ഹംഗറിയിലേക്ക് എത്തിയില്ല എന്ന് ഹംഗേറിയൻ ഗവൺമെന്റ്. ഹംഗറിയിൽ പ്രവർത്തിക്കുന്ന BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനം ഒരു ഇടനില സ്ഥാപനം മാത്രമാണ്. അവർക്ക് സ്വന്തമായി ഒരു ഓഫീസ് പോലുമില്ല എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി മാത്രം കാണിച്ചിട്ടുള്ള ഒരു വാടക കെട്ടിടം, അവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന്റെ പേര്. ഇതിലപ്പുറം ഒരു തെളിവുമില്ല ആർക്കും കണ്ടുപിടിക്കാൻ. കമ്പനി വെറുമൊരു ബ്രോക്കർ സ്ഥാപനം മാത്രമായിരുന്നുവെന്നാണ് CEOയുടെ അമ്മ പറയുന്നത്. ലോകത്തിലെ മിക്ക രാജ്യങ്ങൾ പരിശോധിച്ചിട്ടും ഒരു വ്യക്തതയും ലഭിക്കുന്നില്ല പേജർ സ്ഫോടനങ്ങളെക്കുറിച്ച്. എന്തിനേറെ റിൻസൺ ജോസിന്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് മൊസാദിന്റെ ശക്തി. ലോക മാധ്യമ ഭീമന്മാർ ഇപ്പോൾ വയനാട് മാനന്തവാടിയിലെത്തിയിരിക്കുന്നു. നമ്മുടെ തയ്യൽക്കാരൻ ജോസാണ് അവിടെയൊക്കെ ഹീറോ. തയ്യൽക്കാരൻ ജോസ്, ടൈലർ ജോസ് എന്നാണ് നാട്ടുകാരൊക്കെ ഓമന പേരിട്ട് ജോസിനെ വിളിക്കുന്നത്. ജോസാണ് റിൻസന്റെ പിതാവ്. മക്കളൊക്കെ നല്ല രീതിയിൽ വിദേശത്ത്. നേരത്തെ തയ്യൽ കടയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ജോസിന് കിട്ടിയ പേരാണ് ടൈലർ ജോസ്. ടൈലർ ജോസിന്റെ മകൻ റിൻസൺ ഇന്ന് ആഗോള പ്രശസ്തനായിരിക്കുന്നു. തീവ്രവാദികളെ വേട്ടയാടിയ മൊസാദിന്റെ ഇഷ്ടക്കാരൻ എന്നൊക്കെ വിശേഷണ ചാർത്തുകളുണ്ട് റിൻസന്. ഹിസ്ബുള്ള തീവ്രവാദികളുടെ അന്തകൻ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ റിൻസൺ ജോസിനെ വാഴ്ത്തിപ്പാടുന്നത്. ഏതായാലും മലയാളി പൊളിയാട എന്ന് സമൂഹ മാധ്യമങ്ങൾ. മലയാളി യുവാവിനെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ നിറയുമ്പോൾ അന്തം വിട്ടു നിൽക്കുകയാണ് ടൈലർ ജോസും കുടുംബവും. നോർവേയിൽ താമസിക്കുന്ന റിൻസന്റെ കമ്പനി ബൾഗേറിയയിലാണ് ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോർവേയിലെ ഒരു കമ്പനിയിൽ റിൻസൺ ജോലി ചെയ്യുന്നു. റിൻസന്റെ നോൾട്ട ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഹംഗറി, ബൾഗേറിയ, നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇത്രയധികം രാജ്യങ്ങൾ തങ്ങളുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശക്തമായി തിരച്ചിലുകളും അന്വേഷണവും നടത്തിയിട്ടും സ്ഥാപനത്തെക്കുറിച്ചോ റിൻസനെക്കുറിച്ചോ ഒരു വിവരമില്ല എന്ന് മാത്രമല്ല, ഔദ്യോഗിക പണമിടപാടുകൾ മാത്രമേ റിൻസന്റെ സ്ഥാപനം ചെയ്തിട്ടുള്ളൂ എന്ന് നോർവേ വ്യക്തമാക്കുന്നു. ഒരുവിധ അനധികൃത ഇടപാടുകളും റിൻസൺ ഇല്ലത്രേ. മാനന്തവാടി മേരിമാതാ കോളേജിലും ബംഗളൂരുവിലുമൊക്കെ പഠിച്ച റിൻസൺ ഇരട്ട സഹോദരനും മറ്റൊരു സഹോദരിയുമുണ്ട്. സഹോദരന് UK-യിലാണ് ജോലി, സഹോദരി അയർലൻഡിൽ.
കോട്ടയം സ്വദേശിനിയാണ് റിൻസന്റെ ഭാര്യ. 10 വർഷം മുൻപ് സ്റ്റുഡന്റ് വിസയിൽ നോർവേയിലെത്തുന്നു. അവിടെ പല ജോലികളും ചെയ്താണ് നിലവിലെ കമ്പനിയിൽ ജോലി നേടിയത്. എന്നാൽ റിൻസൺ എന്തിനാണ് ബൾഗേറിയയിൽ മറ്റൊരു കമ്പനി രജിസ്റ്റർ ചെയ്തത് തന്റെ പേരിൽ എന്ന സംശയം ശക്തമാകുന്നു. ഹംഗറിയിലെ DN മീഡിയ എന്ന മാധ്യമ സ്ഥാപനത്തിലാണ് റിൻസൺ ജോലി ചെയ്യുന്നത്. ആർക്കും യാതൊരുവിധ സംശയവുമില്ല. മൊസാദിന്റെ കയ്യിലെ ഒരു ചാരൻ തന്നെയാണോ റിൻസൺ എന്ന സംശയം സമൂഹത്തിൽ ഇപ്പോൾ ശക്തം. DN മീഡിയയുടെ മുഖ്യ പ്രസിദ്ധീകരണം നോർവേയിലെ ഒരു പ്രമുഖ ബിസിനസ് ദിനപത്രമാണ്. റിൻസന്റെ ഭാര്യയ്ക്കും ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി. കമ്പനി ഉടമയ്ക്കൊക്കെ റിൻസനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. റിൻസൺ ജോസ് ഇപ്പോൾ നോർവേ പൗരനാണ്. തലസ്ഥാനമായ ഓസ്ലോയിൽ കുടുംബസമേതം താമസിക്കുന്നു. കഴിഞ്ഞ നവംബറിൽ നാട്ടിൽ റിൻസൺ വന്നിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത്. നോർവേയിൽ മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു എന്ന അറിവ് മാത്രമേ തങ്ങൾക്കുള്ളൂവെന്നാണ് കുടുംബത്തിന്റെ വിശദീകരണം. 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ ഭാര്യയുമൊത്ത് വരാറുണ്ട്. കഴിഞ്ഞ നവംബറിലും റിൻസൺ നാട്ടിലെത്തിയിരുന്നു. റിൻസനെക്കുറിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. അമ്മാവൻ തങ്കച്ചൻ പറയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. കഴിഞ്ഞ നവംബറിൽ നാട്ടിൽ വന്ന റിൻസൺ ജനുവരിയിലാണ് തിരിച്ചുപോയത്. MBA പൂർത്തിയാക്കിയതിനു ശേഷമാണ് റിൻസൺ നോർവേയിൽ സ്റ്റുഡന്റ് വിസയിലെത്തിയത്. അവിടെ പല ജോലികളും ചെയ്ത് നിലവിലെ ജോലി ഏറെ കഷ്ടപ്പെട്ടാണ് ലഭിച്ചത്. 3 ദിവസം മുൻപ് വിളിച്ചിരുന്നു. എന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി റിൻസൺ പറഞ്ഞില്ല. ഇപ്പോൾ റിൻസനെ കുറിച്ച് യാതൊരുവിധ വിവരങ്ങളുമില്ല എന്ന് വീട്ടുകാരും ശരിവെക്കുന്നു. കമ്പനി ആവശ്യത്തിന് അമേരിക്കയിലേക്ക് പോയി എന്നായിരുന്നു തങ്ങൾക്ക് ആദ്യം ലഭിച്ച വിവരം. അമേരിക്കയിലേക്ക് ചെന്നാൽ റിൻസൺ വിളിക്കാതിരിക്കില്ല. റിൻസൺ എന്ത് സംഭവിച്ചു എന്ന് തങ്ങൾക്കും അറിയില്ല എന്ന് കുടുംബം. നോർവീജിയൻ ഭാഷയൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന മിടുമിടുക്കനാണ് റിൻസൺ. ഡെയിലി മെയിൽ വിശേഷിപ്പിക്കുന്നത് തന്നെ ടെക് ഗുരു എന്ന് വിളിച്ചുകൊണ്ട്. പേജർ വാങ്ങാൻ പണം കൈമാറിയത് റിൻസന്റെ കമ്പനി വഴിയാണ് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് റിൻസൺ ആഗോള പ്രശസ്തനായത്. എന്നാൽ റിൻസന്റെ അക്കൗണ്ടിലൂടെ പണം കൈമാറിയതിന് പിന്നിൽ ഒരുപക്ഷെ ചാരവനിതയുടെ തന്ത്രങ്ങൾ തന്നെയാവും എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സ്ഥാപനത്തെക്കുറിച്ചോ റിൻസന്റെ അക്കൗണ്ടിൽ പണം കൈമാറിയതിനെക്കുറിച്ചോ ഒരുപക്ഷെ റിൻസൺ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരുമുണ്ട്. റിൻസൺ ജോസിന്റെ പേരിൽ ഇപ്പോൾ ശക്തമായ അന്വേഷണമാണ് നോർവേ പോലീസ് നടത്തുന്നത്. റിൻസന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബലിനോ ഉടമയ്ക്കോ സ്ഫോടനങ്ങളുമായി ബന്ധമില്ല എന്ന് ബൾഗേറിയൻ സുരക്ഷാ ഏജൻസി തീർത്തു പറയുന്നു. മാനന്തവാടിയിലെ റിൻസന്റെ വീട്ടിൽ കേരള പോലീസിലെ രഹസ്യ വിഭാഗമൊക്കെ അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഹിസ്ബുള്ളയ്ക്ക് കൈമാറുന്നതിനായി നോർട്ട ഗ്ലോബൽ തൈവാനിൽ നിന്ന് പേജറുകൾ ഇറക്കുമതി ചെയ്തു എന്ന് ഹംഗേറിയൻ വെബ്സൈറ്റായ ടെലക്സ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. BAC കൺസൾട്ടിംഗ് സ്ഥാപനത്തിന്റെ MD ക്രിസ്ത്യാനയാണ് ഇപ്പോൾ മറ്റൊരു താരം. ഈ ചാരവനിതയുടെ കുതന്ത്രങ്ങളിലാവാം ഒരുപക്ഷെ റിൻസൺ ജോസും വീണത് എന്ന് സംശയം ബലപ്പെടുന്നു. റിൻസന്റെ അക്കൗണ്ടിലൂടെ പണമിടപാടുകൾ നടന്നത് റിൻസൺ അറിഞ്ഞോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദുമായി ക്രിസ്ത്യാനയ്ക്ക് ബന്ധമുണ്ട് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇവർ ചാരവനിതയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ശക്തമാണ്. എന്നാൽ സ്ഫോടനം നടത്താനുള്ള മൊസാദിന്റെ പദ്ധതിയെക്കുറിച്ച് റിൻസന് യാതൊരുവിധ അറിവുകളും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. 2022 ഏപ്രിലാണ് സോഫിയയിൽ നോർട്ട ഗ്ലോബൽ എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൺസൾട്ടിംഗ് സർവീസുകളിലൂടെ നോർട്ട കഴിഞ്ഞ വർഷം $7.25 ലക്ഷം വരുമാനമുണ്ടാക്കിയിരുന്നു. പേജർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിവരങ്ങളും കൃത്യമായി ലോകത്തിന് ലഭിക്കുന്നില്ല. ഇതുതന്നെയാണ് ഹിസ്ബുള്ളയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും. റിൻസൺ ജോസ് എന്ന പേര് പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ റിൻസന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകളൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ഈ പേജർ ആരാണ് നിർമ്മിച്ചത്, ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ, അത് ഒരുപക്ഷെ ലോകം ഒരിക്കലും തിരിച്ചറിയാൻ പോകാത്ത ഒരു വാർത്ത തന്നെയാകും. കാരണം അതൊക്കെയാണ് മൊസാദിന്റെ രീതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.